നമസ്കാരം. ഡൽഹി പ്രശാന്ത് വിഹാറിൽ തിയേറ്ററിന് മുന്നിലുണ്ടായ സ്ഫോടനത്തിൽ NSG പരിശോധന തുടരുന്നു. ഇവിടെ നിന്ന് വെളുത്ത പൊടി കണ്ടെത്തിയിരുന്നു. CRPF സ്കൂളിന് സമീപം ഒക്ടോബർ 20 നടന്ന സ്ഫോടനവുമായി പ്രശാന്ത് വിഹാറിലെ സ്ഫോടനത്തിന് ബന്ധമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. രണ്ടിടത്തും വെളുത്ത പൊടി കണ്ടെത്തിയിരുന്നു. രണ്ട് സ്ഫോടക വസ്തുക്കളും സ്ഥാപിച്ചത് മതിലിനോട് ചേർന്നാണ്. CRPF സ്കൂളിന് സമീപം ഉണ്ടായ സ്ഫോടനത്തിൽ മതിൽ തകർന്നെങ്കിലും ആളപായമില്ലായിരുന്നു. പ്രശാന്ത് വിഹാറിലെ സ്ഫോടനത്തിൽ NIA പ്രാഥമിക പരിശോധന നടത്തും. പ്രദേശത്ത് നിന്ന് NSG മറ്റെല്ലാ ഏജൻസികളെയും ഒഴിപ്പിച്ചു. PVR സിനിമാ തിയേറ്ററിന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്ന പരിശോധനയാണ് സ്ഥലത്ത് നടക്കുന്നത്. പാർക്കിന്റെ മതിലിനോട് ചേർന്ന അഴുക്കുചാലിലാണ് പരിശോധന. NSGയുടെ ബോംബ് പരിശോധനയ്ക്കായുള്ള 3 നായ്ക്കളും സ്ഥലത്തെത്തിയിരുന്നു. ഡൽഹി പോലീസ്, ക്രൈംബ്രാഞ്ച്, ബോംബ് സ്ക്വാഡ്, ഫോറൻസിക് സംഘം എന്നിവരും പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയിരുന്നു. സ്ഫോടന ഭീഷണി സന്ദേശം 11:48 വന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സ്ഫോടനം നടന്നത്. എന്ത് സ്ഫോടക വസ്തുവാണ് സ്ഫോടനത്തിനായി ഉപയോഗിച്ചതെന്ന് കണ്ടെത്താനായി കൂടുതൽ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ്. പ്രശാന്ത് നഗറിലെ CRPF സ്കൂളിന് സമീപമാണ് നേരത്തെ സ്ഫോടനം ഉണ്ടായിരുന്നത്. എന്നാൽ അത് ആസൂത്രിത സ്ഫോടനമല്ലെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. സ്ഫോടനത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. ജീവഹാനിയോ പരിക്കുകളോ ഇല്ല. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.